ശരണ്യ സ്നേഹിതൻ ആലപ്പുഴയിൽ ചേരുന്നു. ശരണ്യ, ആലപ്പുഴയിലും നമുക്കറിയേണ്ട ഏറ്റവും വലിയ വാർത്ത അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്നുള്ളതാണ്. 60 വർഷത്തോളം CPM-ന്റെ ഭാഗമായിരുന്ന, CPM-ന്റെ നാവായിരുന്ന, CPM-ന്റെ മുഖമായിരുന്ന നേതാവ് മറുചേരിലെത്തി UDF-നൊപ്പം ചേർന്ന് കോൺഗ്രസിനൊപ്പം ചേർന്ന് കോൺഗ്രസ് തൊപ്പിവെച്ച് മത്സരിക്കുന്ന മണ്ഡലമായി അമ്പലപ്പുഴ മാറിയിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൂടാതെ മറ്റ് പല മണ്ഡലങ്ങളിലും കനത്ത വെല്ലുവിളി, ഒരുപക്ഷേ CPM-ന്റെ കോട്ടയാണ്, ഇടത് കോട്ടയാണ് എന്നൊക്കെ പറയുമ്പോഴും പല മണ്ഡലങ്ങളിലും കനത്ത വെല്ലുവിളി ഇടതുമുന്നണി നേരിടുന്ന സ്ഥലങ്ങൾ കൂടിയുണ്ട്. രഞ്ജിത്ത്, ഇത്തവണ ഒരു ഈസി വോക്ക് ഓവർ അല്ല അത്തരത്തിലൊരു ഇടതുപക്ഷത്തിന് ഉണ്ടാകില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് പാർട്ടി കേന്ദ്രങ്ങൾക്കടക്കം ഉള്ളത്. അവസാനഘട്ട ഒരു അസസ്മെന്റിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് തന്നെ ഇടതുപക്ഷം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ആലപ്പുഴ ജില്ലയിലെ 8 മണ്ഡലങ്ങളാണ് ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നത്. ഹരിപ്പാട് 9 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഹരിപ്പാട് രമേശ് ചെന്നിത്തല വിജയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ചുരുക്കം ചില മണ്ഡലങ്ങൾ, ഇപ്പോൾ മാവേലിക്കര ഒരു ഷുവർ സീറ്റ് എന്ന് നമുക്ക് പറയാവുന്ന ഒരു സാഹചര്യം ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഉള്ള ഒരു സീറ്റാണ്. ചെങ്ങന്നൂരും ചില സമവാക്യങ്ങൾ വന്നാൽ വിജയിക്കാൻ കഴിയുന്ന സീറ്റാണ്. അതിനപ്പുറത്തേക്ക് മറ്റെല്ലാ ഇടങ്ങളിലും കടുത്ത മത്സരം നേരിടുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ആലപ്പുഴ ജില്ല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്പലപ്പുഴയാണ് ഏറ്റവും ഒടുവിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ നിന്നും സ്റ്റേറ്റിൽ തന്നെ ശ്രദ്ധേയമായി നിൽക്കുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുന്നത്. അത് മുതിർന്ന CPM നേതാവ് G. സുധാകരൻ സ്വന്തം പാളയം വിട്ട് മറ്റൊരിടത്തേക്ക് പോയി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് UDF-മായി ചേർന്ന് മത്സരത്തെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അമ്പലപ്പുഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ ദിവസങ്ങളിൽ സുധാകരൻ നടത്തിയ ചില പരാമർശങ്ങളൊക്കെ തന്നെ വിവാദങ്ങളായിട്ടുണ്ട്. കാരണം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങളുണ്ട്. അമ്പലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേനയും ജയിക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് CPM മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സുധാകരൻ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ജാതി ചിഹ്നങ്ങൾ അത് അടയാളമാക്കി പല ക്യാമ്പയിനുകളിലേക്കും ആളുകൾ പോകുന്നു എന്നുള്ള രീതിയിൽ അത്തരത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതിൽ അദ്ദേഹം വിമർശനം നടത്തി. അതിൽ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്ന CS സുജാത അടക്കമുള്ള ആളുകൾ, അതായത് നായർ വിഭാഗത്തിന്റെ പ്രതിനിധിയാണെന്ന് തോന്നത്തക്ക വിധത്തിൽ ഉള്ള രീതിയിൽ മുല്ലപ്പൂ ചൂടി അല്ലെങ്കിൽ അത്തരത്തിൽ തുളസിക്കതിർ ചൂടി ആ വിഭാഗം ആളുകളുടെ ഇടയിലേക്ക് താൻ ഇന്ന വിഭാഗത്തെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ള രീതി തോന്നിക്കുന്ന രീതിയിൽ വോട്ട് തേടുന്ന രീതിയിലേക്ക് ഇടതുപക്ഷം മാറിയിരിക്കുന്നു എന്ന് G. സുധാകരൻ വിമർശിച്ചു. അത് ഇപ്പോൾ മറ്റൊരു തലത്തിൽ ഒരു വിവാദങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഏത് വിധേനയും വോട്ട് പിടിക്കാനുള്ള നീക്കം അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, സംസ്ഥാനത്ത് തന്നെ CPM സ്വീകരിച്ചിരിക്കുന്ന SDP അടക്കമുള്ള നിലപാടുകൾ അത് അമ്പലപ്പുഴയിലും അത് വലിയ രീതിയിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. മറ്റ് മണ്ഡലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അരൂർ തൊട്ട് ഇങ്ങ് കായംകുളം വരെയുള്ള മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നടക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയാൻ കഴിയുന്ന രീതിയിലാണ്. കുട്ടനാട് UDF-ന് വ്യക്തമായ മേൽക്കൈ ഇപ്പോൾ തന്നെ അവർക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതോടൊപ്പം തന്നെ ആലപ്പുഴ ഈസി വോക്ക് ഓവറായി കരുതിയിരുന്ന മണ്ഡലത്തിൽ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു മത്സര പ്രതീതി ടൈറ്റായിട്ടുള്ള മിക്ക മണ്ഡലങ്ങളിലും ഒരു പോരാട്ടം, വലിയ പോരാട്ടം, കനത്ത പോരാട്ടം നടക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷ. കഴിഞ്ഞ ദിവസമൊക്കെ VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രവചനങ്ങളൊക്കെ നടത്തിയിരുന്നു. 5 മുതൽ 7 വരെ സീറ്റുകൾ ആലപ്പുഴയിൽ നേടുമെന്നാണ് സതീശൻ പറഞ്ഞത്. ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ കളത്തിലുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.